ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഒരു ഹിമാലയൻ ടോട്ടൽ ഉയരുന്നത് കണ്ട് ക്രീസിലുണ്ടായിരുന്ന ശുഭ്മാൻ ഗില്ലിനടുത്തേക്ക് നടന്നു വന്ന ഹാരി ബ്രൂക്ക് 450 ഡിക്ലെയർ ചെയ്തുകൂടെ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 5-ാം ദിനം നിർത്താതെ മഴ പെയ്യും, പിന്നെ സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ബ്രൂക്ക് സ്ലഡ്ജിംഗ് തുടർന്നു. ഗിൽ ഒറ്റ വരിയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു നിർത്തി, ഞങ്ങളുടെ നിർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ. 600 മുകളിൽ പടുത്തുയർത്തപ്പെട്ട മാമത്ത് ടോട്ടൽ കണ്ട് ഇന്ത്യ ബാസ്ബോളിനെ പേടിച്ചത് കൊണ്ടല്ലേ ഡിക്ലെയർ ചെയ്യാൻ വൈകിയത് എന്ന് ചോദിച്ചവരുണ്ട്. ശുഭ്മാൻ ഗില്ലിനെതിരെ വിമർശനങ്ങൾ പതിയെ തലപൊക്കി തുടങ്ങി. ഒറ്റ ദിവസത്തിന്റെ ആയുസുണ്ടായിരുന്നില്ല അവക്ക്. ബ്രൈഡൻ കാഴ്സ് അടിച്ചുയർത്തിയ ആകാശ് ദീപിന്റെ പന്തിനെ കൈവെള്ളയിൽ ഒതുക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ എന്ന നായകന്റെ മനസ്സെന്താകും മന്ത്രിച്ചിട്ടുണ്ടാവുക. എഡ്ജ് ബാസ്റ്റൺ ഇന്നലെ വരെ ഒരു പൊളിയാക്കോട്ടയായിരുന്നു. ആ മൈതാനത്ത് ഇന്ത്യക്കെതിരെ പടനയിച്ച യുദ്ധങ്ങളിൽ ഒന്നിൽ പോലും ഇംഗ്ലണ്ട് തോറ്റിരുന്നില്ല. 8-ൽ 7 വിജയങ്ങൾ. എന്തിന്, ഇന്നലെ വരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ഏഷ്യൻ ടീം ആ മണ്ണിൽ വിജയിച്ചിരുന്നില്ല. 2022 ജൂലൈ 1 ഇന്ത്യ ഉയർത്തിയ 378 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിനെ ജോ റൂട്ടും ജോണി ബെയർസ്റ്റോയും ചേർന്ന് ഒരു ചരിത്രത്തിലേക്കാണ് കൈപിടിച്ച് നടത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് പിന്തുടർന്ന് വിജയിക്കുന്ന ഏറ്റവും വലിയ ടോട്ടലായിരുന്നു അത്. ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും രവീന്ദ്ര ജഡേജയും ഷർദുൽ താക്കൂറും ഒക്കെ അന്നും ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. 6.5 എക്കോണമിയിൽ പന്തെറിഞ്ഞ സിറാജ് വെറും 15 ഓവറിൽ അന്ന് വാങ്ങിക്കൂട്ടിയത് 98 റൺസാണ്. 2-ാം ഇന്നിംഗ്സിൽ ഒറ്റ വിക്കറ്റ് പോലും അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഭൂതകാലത്തെ ഓർമ്മകൾ പലതും സിറാജിനെ വേട്ടയാടി തുടങ്ങിയിരുന്നു. അന്ന് ശുഭ്മാൻ ഗില്ലും ഇന്ത്യൻ നിരയിലുണ്ട്. അയാളെ അത് ചില വീട്ടാക്കടങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഹെഡിംഗ്ലിയിൽ പരാജയപ്പെട്ട സിറാജ് എഡ്ജ് ബാസ്റ്റണിൽ വീടാൻ ഒരുക്കമായിരുന്നില്ല. ജസ്പ്രീത് ബുംറയില്ലെങ്കിൽ ഇന്ത്യയില്ലേ എന്ന ചോദ്യം ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അലട്ടാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. ബോർഡർ ഗവാസ്കർ ട്രോഫി ആ ചോദ്യങ്ങളെ ശരിവെച്ചു. ഹെഡിംഗ്ലി അവയെ അന്തരീക്ഷത്തിൽ നിർത്തി. എഡ്ജ് ബാസ്റ്റണിൽ ബുംറയില്ലാതെ ഇറങ്ങാൻ പോകുന്ന ഇന്ത്യയോട് നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്കെന്ന് മുന്നറിയിപ്പ് നൽകിയവരുടെ കൂട്ടത്തിൽ രവിശാസ്ത്രി മുതൽ ഡെയിൽ സ്റ്റെയിൻ വരെ ഉണ്ടായിരുന്നു. ബുംറയുടെ റീപ്ലേസ്മെന്റായി അർഷദീപിനെ മനസ്സിൽ കണ്ടു നിന്നവർക്ക് മുന്നിലേക്കാണ് ഗൗതം ഗംഭീർ ആകാശ് ദീപിനെ ഇറക്കിവിട്ടത്. ചിലരെങ്കിലും അപ്പോൾ നെറ്റിചുളിച്ചിട്ടുണ്ട്. ഒടുവിൽ ബെൻഡക്കറ്റിനെയും ഒലീപോപ്പിനെയും അടുത്തടുത്ത പന്തുകളിൽ വീഴ്ത്തി എഡ്ജ് ബാസ്റ്റണിൽ അയാൾ അവതരിച്ചു. ആകാശിന്റെ പന്തുകളെ പിടികിട്ടാതെ ഹാരി ബ്രൂക്കും ജോ റൂട്ടുമൊക്കെ മൈതാനത്ത് നിസ്സഹായരായി നിന്നു. 2-ാം ഇന്നിംഗ്സിൽ തന്നെ ബൗൾഡാക്കിയ വേഗപ്പന്ത് കണ്ട് കണ്ണുതള്ളി നിൽക്കുന്ന ബെൻഡക്കറ്റ് തനിക്കൊന്നും ചെയ്യാനാകുന്നില്ലെന്ന് ഗാലറിയോട് വിളിച്ചു പറഞ്ഞു. 2-ാം ഇന്നിംഗ്സിൽ ജോ റൂട്ടിനെ വീഴ്ത്തിയ ആകാശിന്റെ പന്തിനെ ബോൾ ഓഫ് ദ സീരീസ് എന്നാണ് സച്ചിൻ വിശേഷിപ്പിച്ചത്. ആ വിക്കറ്റിന് ശേഷം താൻ ഇവിടെ തന്നെയുണ്ടെന്ന് ആകാശ് ഇംഗ്ലീഷ് ഗാലറിയെ നോക്കി പറഞ്ഞു. 2 ഇന്നിംഗ്സിലുമായി ആകാശ് വീഴ്ത്തിയ 10 വിക്കറ്റിൽ 4 ബൗൾഡായിരുന്നു. അല്ലെങ്കിലും കുറ്റിതെറിപ്പിക്കുന്നത് അയാൾക്കൊരു ഹോബിയാണല്ലോ. ഇന്ത്യൻ മണ്ണിൽ 10 ടെസ്റ്റ് വിക്കറ്റുകളാണ് ആകാശിന്റെ പേരിലുള്ളത്. അതിൽ 7ഉം എതിരാളികളുടെ കുറ്റിതെറിപ്പിച്ചാണ് അയാൾ പോക്കറ്റിലാക്കിയത്. എഡ്ജ് ബാസ്റ്റണിൽ ഡക്കറ്റും ഒലീപോപ്പും ഹാരി ബ്രൂക്കും 2 ഇന്നിംഗ്സിലും ആകാശിന് മുന്നിലാണ് വീണത്. 2-ാം ഇന്നിംഗ്സിൽ തുടരെ തന്നെ 2 തവണ ഗാലറിയിലെത്തിച്ച ജാമി സ്മിത്തിനെ തൊട്ടടുത്ത പന്തിൽ വീഴ്ത്തി അയാൾ മാസ് കാണിച്ചു. ആരെങ്കിലുമൊക്കെയല്ല, ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ വൻമരങ്ങളെ തന്നെ അരിഞ്ഞിട്ടാണ് അയാൾ ആ പൊളിയാക്കോട്ടയ്ക്ക് തീയിട്ടത്. ആദ്യ ഇന്നിംഗ്സിലെ ഹീറോ സിറാജ് ആയിരുന്നു. 19 ഓവർ എറിഞ്ഞ് 6 വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയ സിറാജ് 3 വർഷം മുമ്പ് തന്റെ പേരിൽ കുറിച്ചു വെക്കപ്പെട്ട നാണക്കേടിന്റെ കഥകളെയൊക്കെ കീറിയെറിഞ്ഞു. ബാറ്റർമാരെ അകമടിഞ്ഞ് പിന്തുണക്കുന്ന ഫ്ലാറ്റ് പിച്ചിൽ എങ്ങനെയാണ് ഇന്ത്യൻ ബോളർമാർ ഇങ്ങനെ നിറഞ്ഞാടിയത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരാധകർ. ഒടുക്കം ബർമിംഗ്ഹാമിൽ ആ ചരിത്രം പറഞ്ഞു. ഒരു എവേ ഗ്രൗണ്ടിൽ റണ്ണടിസ്ഥാനത്തിൽ ഇന്ത്യ കുറിക്കുന്ന ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും കളനിറഞ്ഞ കളിയിൽ ഇന്ത്യയുടെ സർവാധിപത്യമായിരുന്നു. ബാസ്ബോൾ എറയിലെ ഇംഗ്ലണ്ടിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും ചേർന്ന് കാണിച്ചു തന്നു. വീണുപോയേക്കുമോ എന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെ രവീന്ദ്ര ജഡേജ അവതരിച്ചു. ബെൻ സ്റ്റോക്സിനെ അയാൾ പല കുറി വിറളി പിടിപ്പിച്ചു. 2-ാം ഇന്നിംഗ്സിൽ ഗില്ലും പന്തും തങ്ങളുടെ ജേഴ്സിയുടെ നിറം തന്നെ മറന്നുപോയെന്ന് തോന്നി ഗാലറിക്ക്. ഏതോ T20 മത്സരത്തിൽ എന്ന പോലെ ഗാലറിയിലേക്ക് തുടരെ സിക്സറുകൾ പാഞ്ഞു. 2-ാം ഇന്നിംഗ്സിൽ മാത്രം 8 സിക്സുകളാണ് ഗില്ലിന്റെ ബാറ്റിൽ നിന്ന് മൂളിപ്പറന്നത്. പരമ്പരയ്ക്ക് തൊട്ടു മുമ്പ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് ആവറേജിനെ കുറിച്ച് വിമർശനമുന്നയിച്ച ഇംഗ്ലീഷ് ഇതിഹാസം മൈക്കിൾ വോൺ യൂ ടേൺ എടുത്തു. ഇംഗ്ലീഷ് മണ്ണിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇന്ത്യൻ നായകന്റെ ബാറ്റിംഗ് ആവറേജ് 45 ആയിരിക്കുമെന്ന് അയാൾക്ക് തിരുത്തി പറയേണ്ടി വന്നു. വി വിൽ ചേസ് വാട്ട് എവർ ദേ സെറ്റ് us. ഇന്ത്യ എത്ര വലിയ വിജയലക്ഷ്യമുയർത്തിയാലും ഞങ്ങളത് പിന്തുടർന്ന് ജയിക്കുമെന്ന് പറഞ്ഞ ഹാരി ബ്രൂക്ക് കളിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ തന്റെ ഇരിപ്പുണ്ടായിരുന്നു. ബാസ്ബോൾ എറയിൽ
ഇംഗ്ലണ്ടിന്റെ കോൺഫിഡൻസ് ചോർന്നൊലിക്കുന്നത് ഏറെക്കാലങ്ങൾക്ക് ശേഷം ആരാധകർ കണ്ടു. ജയിച്ചേ തീരൂ എന്ന് ചിന്തിക്കാൻ ഞങ്ങൾ മണ്ടന്മാരല്ല എന്നായിരുന്നു 5-ാം ദിനത്തിന് തൊട്ടു മുമ്പ് ഇംഗ്ലീഷ് അസിസ്റ്റന്റ് കോച്ചിന്റെ പ്രതികരണം. സമനില എന്നൊരു മത്സരഫലം കൂടിയുണ്ടെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. മഴമേഘങ്ങൾ ഒഴിഞ്ഞ ആകാശത്തിന് താഴെ ഇംഗ്ലണ്ടിന്റെ ആ സമനില മോഹങ്ങളെ ഒടുക്കം തല്ലിക്കെടുത്തി ഇന്ത്യ ചരിത്രം രചിച്ചു. ബാസ്ബോൾ എറയിൽ 300-ന് മുകളിൽ ചേസ് ചെയ്യേണ്ടി വന്ന ഘട്ടങ്ങളിൽ ഇംഗ്ലണ്ട് 2 തവണ ആവേശ ജയങ്ങൾ കുറിച്ചിട്ടുണ്ട്. അത് രണ്ടും ഇന്ത്യക്കെതിരെയായിരുന്നു. ഹെഡിംഗ്ലിയിൽ ഒരിക്കലും തോൽക്കില്ലെന്ന് കരുതിയ ഇന്ത്യയെ മുട്ടുകുത്തിച്ചിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെയാവുന്നുള്ളൂ. എഡ്ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിന്റെ ഓവർ കോൺഫിഡൻസിന്റെ മുരടറുത്ത് ഇന്ത്യ പകരം ചോദിച്ചു. ഇനി വിശ്വവിഖ്യാതമായ ലോർഡ്സ്, ദ ഹോം ഓഫ് ക്രിക്കറ്റ്. ജസ്പ്രീത് ബുംറ മടങ്ങിയെത്തും. ആകാശും സിറാജും ടീമിലുണ്ടാകും. സ്റ്റോക്സിന് നന്നായി ഒരുങ്ങേണ്ടി വരും.